അപ്പൊ ഞാൻ ചോദിക്കും ഇതല്ല, ഇതിലും കുറച്ചുകൂടെ ലീഡ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ എന്നോട് ഐഡിയയിൽ എത്ര അപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും ആക്ച്വലി. അത് ഈ അൺഎത്തിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന കുറെ കമ്പനികളും ഉണ്ട് ആക്ച്വലി. അത് നമ്മൾ പറയാൻ പാടില്ല, പക്ഷെ അങ്ങനത്തെ പ്രാക്ടീസ് ചെയ്യുന്ന കമ്പനികളും ഉണ്ട്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ലീഡ് കോസ്റ്റ് ഹൈ ആയിട്ട് നിൽക്കുന്നത്. ഇപ്പൊ എനിക്ക് വന്നൊരു കോളാണ് ഞാൻ പറയുന്നത്, ലൈക്ക് വേറെ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ഫ്രാഞ്ചൈസി ഉള്ള ഒരു ബ്രാൻഡ് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ സെയിൽസിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഐ നീഡ് ടു ടോക്ക് ടു ദിസ് പേഴ്സൺ. എൽദോട് സംസാരിക്കണം. അപ്പോൾ ഞാൻ ഗൂഗിൾ മീറ്റ് ഷെഡ്യൂൾ ചെയ്ത് ഞാൻ സംസാരിച്ചു. അപ്പം അയാൾ എൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞ വാക്ക്, ഞാൻ ഇയാളുടെ വീഡിയോസ് ഒക്കെ കുറെ കണ്ടിട്ടുണ്ട് ആക്ച്വലി. എന്നോട് പറഞ്ഞാണ്, ഞാൻ കുറെ കേട്ടിട്ടുണ്ട് വീഡിയോസ് ആക്ച്വലി. സോ ഐ ഫീൽ വെരി ജെന്യുവിൻ. Yeah, I thought just to talk to you, whether to do business or not, that's the second thing. Yes. But I just want to talk to you. ഒന്ന് വർത്താനം പറയണം. ഈവൻ ഞാനും അങ്ങനെ വർത്താനം പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആക്ച്വലി. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ വർത്താനം പറയുന്നത്. അപ്പോൾ അല്ലാതെ ചില ആൾക്കാരില്ല, എനിക്ക് കാശ് കിട്ടിയില്ലെങ്കിൽ ഞാൻ 1 മിനിറ്റ് പോലും എനിക്ക് സ്പെൻഡ് ചെയ്യില്ല, അങ്ങനെയൊന്നും എനിക്കില്ല. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അതിനകത്ത്. എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഒരു ഈക്വൽ റെസ്പെക്റ്റിൽ എത്ര നേരം വേണമെങ്കിലും എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ആക്ച്വലി. ഇല്ല. അപ്പം അങ്ങനെ വരും. ചില ആൾക്കാർ നമ്മുടെ കാര്യങ്ങൾ കേൾക്കുമ്പം നിങ്ങൾ ചെയ്യുമോ എന്ന് ചോദിക്കും, നിങ്ങൾ ഈ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമോ, നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കോസ്റ്റ് ചോദിക്കും, നമ്മൾ ഒഫീഷ്യൽ പ്രപ്പോസൽ കൊടുക്കും. ചില ആൾക്കാർ നമ്മളോട് ചെയ്യും, ചിലർക്ക് ആ ബഡ്ജറ്റ് ഉണ്ടാവില്ല, അപ്പോൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അവരോട് പറയും നിങ്ങൾക്ക് സ്വന്തം ചെയ്താൽ മതി എന്ന് ചെയ്യണ്ടെന്ന് ഞാൻ പറയും. ചില ബിസിനസ് കേൾക്കും പറയും, നോ ദിസ് ഇസ് നോട്ട് ദ കറക്റ്റ് പ്ലാറ്റ്ഫോം ഞാൻ പറയും. അല്ലെങ്കിൽ ഈ സ്പെൻഡിന് ഇതല്ല. ഇപ്പോൾ ചിലർ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും ലീഡിൻ്റെ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ് വരുന്നത്. അപ്പം ഞാൻ ചോദിക്കും ഇതല്ല, ഇതിലും കുറച്ചുകൂടെ ലീഡ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എന്നോട് ഐഡിയയിൽ എത്ര അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും ആക്ച്വലി. അത് ഈ അൺഎത്തിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന കുറെ കമ്പനികളും ഉണ്ട് ആക്ച്വലി. അത് നമ്മൾ പറയാൻ പാടില്ല, പക്ഷെ അങ്ങനത്തെ പ്രാക്ടീസ് ചെയ്യുന്ന കമ്പനികളും ഉണ്ട്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ലീഡ് കോസ്റ്റ് ഹൈ ആയിട്ട് നിൽക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ ഒരു 1 lakh ആണ് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏജൻസിക്ക് പേ ചെയ്തേക്കണേ. ഏജൻസിയുടെ ആഡ് അക്കൗണ്ടിൽ നിന്നാണ് ആഡ് ഓടിക്കണമെന്ന് ഇരിക്കട്ടെ. ഇപ്പൊ ഏജൻസിക്ക് വേണമെങ്കിൽ 1 lakh എന്നുള്ളത് ഒരു 70,000 സ്പെൻഡ് ചെയ്തിട്ട് 30,000 വേണമെങ്കിൽ ചെയ്യാണ്ടിരിക്കാം. പക്ഷെ റിപ്പോർട്ട് കാണിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ അത് സ്പെൻഡ് ചെയ്തെന്നുള്ള രീതി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. അത് എഡിറ്റ് ചെയ്യുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയൊക്കെ ചെയ്ത് എനിക്ക് വേണമെങ്കിൽ അങ്ങനെ കാണിക്കാം. അപ്പോൾ ഐഡിയയിൽ എന്ത് സംഭവിക്കും, വേറൊരു അനലിസ്റ്റോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റോ വന്നിട്ട് അനലൈസ് ചെയ്യുമ്പോൾ ലീഡ് കോസ്റ്റ് എപ്പോഴും ഹൈ ആയിരിക്കുമല്ലോ. കാരണം ലീഡ് കുറവും കോസ്റ്റ് കൂടുതലായിരിക്കും എപ്പോഴും. എന്തെങ്കിലും നടന്നിട്ട് 100% അങ്ങനെ പറയണില്ല, പക്ഷെ എന്നാലും അങ്ങനത്തെ കുറെ കേസസ് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്.